ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 2 കൊരിന്ത്യർ 5:1. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും യേശുവിനോടൊപ്പം എന്നേക്കും ജീവിക്കും. നിത്യജീവനിലുള്ള ഒരു വിശ്വാസിയുടെ ആത്മവിശ്വാസത്തെ എടുത്തു കാണിക്കുന്ന വാക്യമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഭൗതിക ശരീരത്തെ ഭൗമഭവനമെന്നും പുനരുത്ഥാന ശരീരത്തെ നിത്യഭവനമെന്നും പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നു. ശാരീരിക മരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരവസാനമല്ലെന്നും നിത്യരാജ്യമായ സ്വർഗീയ വാസസ്ഥലത്തേക്കുള്ള മാറ്റമാണെന്നും നാം മനസ്സിലാക്കുക. സകല കഷ്ടപ്പാടിനും മറ്റു വേദനകൾക്കും വിധേയമാകുന്ന ക്ഷയിക്കുന്ന ഇപ്പോഴത്തെ താൽക്കാലിക ശരീരം അമാനുഷികവും ദൈവികവുമായ ഒരിക്കലും ജീർണിക്കാത്ത ശാശ്വതമായ പുനരുത്ഥാന ശരീരമായി മാറ്റപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 4-ാം അധ്യായത്തിൽ നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസി പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയം തകർന്നു പോകുവാൻ ഇടവരാതെ പുനരുത്ഥാനത്തിൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായതും സ്വർഗീയമായതുമായ മഹത്വീകരിക്കപ്പെട്ടതുമായ ശരീരത്തെ ഓർത്ത് സന്തോഷിക്കുക. മരണത്തോടുകൂടി നമ്മുടെ ഭൗതിക ശരീരങ്ങൾ മണ്ണോട് ചേരുമ്പോൾ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ മണ്ണോട് ചേർക്കപ്പെട്ട ശരീരങ്ങളെ മഹത്വത്തിൽ ഉയർപ്പിക്കും. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച നിത്യരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.